നമസ്കാരം. എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് ആത്മീയമക്കളെ, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് നമ്മുടെ വലിയൊരു നോയമ്പിൻ്റെ 3-ാം ദിവസഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം, അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 തൊട്ട് 33 വരെയുള്ള വചനത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നതെന്ന് ഞാൻ നേരത്തെ പറയട്ടെ. ഇത് നമ്മുടെ ഒരു പർവ്വതത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പർവ്വതത്തിൻ്റെ ഉപദേശമെന്ന് പറയപ്പെടുന്ന ഒരു സെർമൺ ഓഫ് ദ മൗണ്ട് എന്നാണ് അതേ പറയുന്നത്. ഈ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മളെ യഥാർത്ഥ റൈച്ചസ്നെസ്സിൻ്റെ എഡ്യൂക്കേഷനാണ് ഇവിടെ വെച്ച് നമുക്ക് യേശുക്രിസ്തു തരുന്നത്. നമ്മളെ മനസ്സിലാക്കാൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, ഒരു വ്യക്തികളും 2 സ്വാമികളെ സേവനം ചെയ്യാനായിട്ട് പാടില്ല. അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യഹോവയും ധനത്തിനെയും 2 സ്വാമികളെയും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ പറയപ്പെടുന്ന ഈ പ്രകാരമാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നത്, നമുക്ക് ആദ്യം യഹോവയുടെ രാജ്യം പ്രാപിക്കാനായിട്ട് നമ്മൾ പ്രയത്നം ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമുക്ക് റൈച്ചസ്നെസ്സിന് പ്രവർത്തനം നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വസ്തുക്കളെല്ലാം നമുക്ക് സ്വയം നമുക്ക് കിട്ടിയിരിക്കും. അതായത് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, അതായത് മനുഷ്യൻ്റെ ഹൃദയം 2 രീതിയിൽ വിഭജിക്കപ്പെടാതെ അത് ഒരേ ഒരു ചിന്തയിൽ, അതായത് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ ധനവും നമ്മുടെ ടെൻഷനും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ, യഹോവയെ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ നമുക്ക് സ്വർഗരാജ്യം നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് യഹോവയെ നമുക്ക് ആദ്യ സ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യഹോവ നമുക്ക് പ്രദാനം ചെയ്യും. അതായത് ഈ പദത്തിൽ പറയുന്ന 2 സ്വാമികളുടെ സേവനം പാടില്ല എന്ന് ഇത് നമുക്ക് 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്ന പോലെ, അതായത് നമ്മൾ മാമോനെ സേവിക്കുകയും ധനമെന്ന് പറയുന്നത് മാമോനെ സേവിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ലൗകിക ജീവിതത്തിൽ നമ്മൾ പൈസ മാത്രമല്ല ഉദ്ദേശിക്കുക, ലൗകിക ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സേവനം ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നമ്മൾ നിറവേറുകയും ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ ഒരു ഭാവനയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു പ്രതീകമാണ് അവിടെ വരുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്, ഹൃദയത്തിനെ നമുക്ക് പൂർണ്ണമായി ഏകീകൃതമായിട്ട് യഹോവയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളിടത്ത് മാത്രമേ നമുക്ക് റൈച്ചസ്നെസ്സായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. നമുക്ക് 6-ാം അധ്യായം 25 തൊട്ട് 32 വരെയുള്ള വാക്യത്തിൽ നമുക്ക് പറയുന്നത്, നമ്മൾ ചിന്തകൾ വിട്ടുകളയുക, ഒരു ചിന്തയും നമ്മളെ മനസ്സിൽ വെക്കാൻ പാടില്ല. അതിന് ഉദാഹരണമായിട്ട് അവർ വചനത്തിൽ പറയുന്ന ഈ പ്രകാരമാണ്. എന്താ വെച്ചാൽ, പക്ഷികൾ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, എങ്കിൽ യഹോവ അവരെ എപ്പോഴും അവരുടെ ഭക്ഷണം ശരിയായ രീതിയിൽ അവർക്ക് കൃത്യസമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നമ്മുടെ യഹോവയിൽ നമ്മൾ ദൃഷ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊച്ചുങ്ങളെപ്പോലെ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യഹോവ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഈ 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് പഠിക്കുന്നത്, യഹോവയുടെ രാജ്യത്തിനെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ അത് പ്രാഥമികമായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം പ്രവേശിക്കുക. അതായത് ആദ്യം രാജ്യത്തിനെ അന്വേഷിക്കുന്നവർ, ആദ്യം എന്നാണ് അർത്ഥം. എന്നാൽ ജീവൻ്റെ ആദ്യ സ്ഥാനം, സമയം, അതുപോലെ നമ്മുടെ തീരുമാനം, നമ്മുടെ ലക്ഷ്യം യഹോവയിലേക്ക് സമർപ്പിക്കപ്പെടണം. അങ്ങനെ ഉള്ളവർ മാത്രമേ നമുക്ക് ഈ പറയുന്ന
നമ്മുടെ ജീവനെ ക്രമപ്പെടുത്തി നമുക്ക് യഹോവയിലേക്ക് അടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ആ കാലഘട്ടത്തിൽ റോമി സാമ്രാജ്യത്തിൻ്റെ അധീനത്തിലായിരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടും സോഷ്യൽ പരമായിട്ടുമുള്ള നമ്മുടെ എല്ലാ പ്രഷറും ഉള്ള സമയത്ത് നമ്മുടെ ഭാവി ജീവിതത്തിൻ്റെ പറ്റി ചിന്തിക്കാൻ വളരെയധികം പ്രയാസത്തിൽ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഈ വിധത്തിലാണ്. അതായത് യഥാർത്ഥ സുരക്ഷിത എന്ന് പറയുന്നത് ധനം അല്ല, നേരെ മറിച്ച് യഹോവയുടെ രാജ്യമാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് അതേ പറയുന്നു, ജോലിയും വിശ്വാസവും. അതിൽ നമ്മൾ വെറും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി മാത്രം ആയിട്ട് നമ്മൾ ഒരു വഴി കണ്ടുകെടുത്താൽ അതൊരു തെറ്റായ വഴിയായിത്തീരും. നേരെ മറിച്ച് നമ്മുടെ നല്ല വഴി, അതായത് നമ്മുടെ ഓണസ്റ്റിയെ നമ്മളുടെ അനുസരിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ അത് യഹോവയുടെ വേണ്ടി നമ്മൾ ആദ്യ സ്ഥാനം നമ്മൾ കൊടുക്കും. അതേസമയം അതുപോലെ തന്നെ ഒരു ഉദാഹരണം അവർ പറയുന്നത് വെച്ചാൽ സമയത്തിൻ്റെ ഇതിൻ്റെ അകത്ത് ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിലും വചനം വായിക്കുന്ന കാര്യത്തിലും നമ്മൾ കൃത്യസമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ മാത്രമേ യഹോവയുടെ രാജ്യം നമുക്ക് കണ്ടെടുത്താൻ സാധിക്കത്തുള്ളൂ. മൂന്നാമതായിട്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് ചിന്തകൾ പലതും ജീവിതത്തിലുണ്ടാവും. ആ ചിന്തകളും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും നമുക്ക് അസുഖങ്ങളും രോഗങ്ങളും എല്ലാം നമുക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ പതറാതെ, നമ്മൾ പേടിക്കാതെ, നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ചെയ്തുകൊണ്ട്, നമ്മൾ വചനത്തിൻ്റെ പാലനങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവരാജ്യം നമുക്ക് സ്വയമായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഈ വലിയൊരു നോയമ്പിൽ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്? ഈ വലിയൊരു നോയമ്പിൽ നമുക്ക് ആത്മീയ നവീകരണത്തിൻ്റെ ഒരു സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് നമ്മുടെ ദൈവത്തിൻ്റെ വചനം, ബൈബിളിൽ എഴുതിപ്പെട്ടിരിക്കുന്ന വചനം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതാ നമ്മുടെ ഒന്നാമത് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളെ തന്നെ നമ്മൾ പ്രാഥമികമായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മൾ ദൈവത്തിൽ ആദ്യ സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഭൗതികപരമായ ആവശ്യങ്ങളിൽ നിന്ന് നമ്മളെ അകത്ത് നിർത്തുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഉപവാസം നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ജീവന് വേണ്ടി നമുക്ക് ഭക്ഷണവും വസ്ത്രവും മാത്രമല്ല നമുക്ക് വേണ്ടിയത്, നമുക്ക് നേരെ മറിച്ച് വചനവും പ്രാർത്ഥനയും ആരാധനയാണ് നമുക്ക് വേണ്ടിയത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മളെ ചിന്തകളിൽ നിന്ന് നമ്മൾ മുക്തരായി നിൽക്കണം. ഉപവാസത്തിൻ്റെ ഈ സമയങ്ങളിൽ നമുക്ക് നമ്മളിപ്പോൾ ചിന്തകൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ ചിന്തകളെല്ലാം യഹോവയിലേക്ക് നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ എല്ലാ പ്രോബ്ലവും തീരും. നമ്മൾ ആ പ്രാർത്ഥനയിലും വചനത്തിലും നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ ചിന്തകൾ സ്വയം സോൾവ് ആയി കിട്ടും. നമുക്ക് ആ ചിന്തയിൽ പേടിക്കേണ്ട കാര്യമില്ല. നാലാമതായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ അന്വേഷണം, സ്വർഗരാജ്യത്തിൻ്റെ അന്വേഷണം നമ്മളെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനു വേണ്ടി നമുക്ക് കൂടുതൽ പ്രാർത്ഥന ചെയ്യണം, വചനങ്ങളുടെ അധ്യയനങ്ങൾ കൂടുതൽ ചെയ്യണം, ദാനകർമ്മങ്ങളും സേവനങ്ങളും നമ്മൾ വളരെ ദീർഘമായിട്ട് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോഴുള്ള ഇങ്ങനെയുള്ള ജീവിതത്തിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കണ്ടുപിടിക്കാനും അവിടോട്ട് പ്രവേശിക്കാനും അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ വചനത്തിൽ കൂടെ മേളിൽ പറഞ്ഞ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഓണറിനെ മാത്രമേ നമുക്ക്, ഒരു സ്വാമിയെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാവൂ. അതാണ് യഹോവ എന്ന് പറയുന്നത്. രണ്ട് സ്വാമി ഒരിക്കലും പാടില്ല. രണ്ടാമത് നമുക്ക് ഇതിനകത്ത് പറയുന്നത് നമുക്കുണ്ടാകുന്ന ചിന്തകൾ നമ്മൾ വിട്ടിട്ട്, ചിന്തകൾ എന്തുമാത്രം നമുക്കുണ്ടാകുക കംപ്ലീറ്റ് വിട്ട് വരുമ്പോൾ വിശ്വാസത്തിനെ നമുക്ക് സ്വീകരിക്കണം. വിശ്വാസം നമ്മുടെ മുറുക്കി പിടിക്കണം. അപ്പോൾ ചിന്തകൾ തന്നെ മാറിപ്പോക്കോളൂ. മൂന്നാമത് നമുക്ക് ആദ്യം യഹോവയുടെ രാജ്യം
ദൈവത്തിൻ്റെ അന്വേഷണത്തിനായിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പോൾ യഹോവ നമ്മുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുതരും. നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. ഈ ഒരു അവസരത്തിൽ ഈ വചനം നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാത്തിനും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്വാമിയെ മാത്രം നമ്മൾ സ്വീകരിച്ച് ജീവിതത്തിനെ നയിക്കുമ്പോൾ കുടുംബത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആ വിധത്തിൽ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് ഗുണകരമായി തീരും. ഈ പോയിന്റ് നമുക്ക് പ്രയോജനകരമായി തീരും എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഇത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.